ഈ പ്രദേശത്തിൽ കടന്നു വന്ന കർത്താവിന്റെ സാക്ഷ്യം പതിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. സ്വർഗത്തിലേക്കും സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത രക്ഷയുടെ ദൂത് ഈ പ്രദേശത്തെ പ്രിയപ്പെട്ടവരോട് അറിയിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ അവകാശിയായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും തങ്ങളുടേതായ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുവോ എന്ന ഈ പകൽക്കാലം വിലയിരുത്തുവാൻ തക്കവണ്ണമുള്ള പ്രധാന നിമിഷമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ എല്ലാവരും മാനസാന്തരപ്പെടണം. ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടണം. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തവൻ അത്രേ എനിക്കുള്ളവ. കർത്താവിന്റെ നാമത്തിൽ പല അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവാം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി ശക്തമായി നമ്മെ ഉപദേശിക്കുന്നു. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ എനിക്കുള്ളവ. ദൈവത്തിന് സ്തോത്രം. യഹൂദന്മാരിൽ ചിലർ പറഞ്ഞിരുന്നു, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്. ഈ നിലയില് പാരമ്പര്യം ഞങ്ങളെ രക്ഷിക്കും എന്നുള്ള ചിന്താഗതിയിലായിരിക്കുന്ന പല പ്രിയപ്പെട്ടവരോടും ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി ശക്തമായി പറയുന്നു, നിങ്ങൾ സത്യമറിയണം. ആ സത്യം നിങ്ങളെ സ്വന്തമായി തീരും. പാരമ്പര്യമായി മനസ്സിലാക്കിയിരിക്കുന്ന പാരമ്പര്യങ്ങൾ, നാം മുറുകെ പിടിച്ചിരിക്കുന്ന പാരമ്പര്യങ്ങൾ ഒരിക്കലും നമ്മെ നിത്യതയെ എത്തിക്കുകയില്ല. ദൈവരാജ്യത്തിന്റെ അവകാശിയായി തീരുകയില്ല. പിതാവിന്റെ ഇഷ്ടമെന്ത് എന്ന് തിരിച്ചറിഞ്ഞ് രക്ഷിക്കപ്പെട്ട മാനസാന്തരപ്പെട്ട ആത്മാവിനെ പ്രാപിച്ച് അപ്പോസ്തലിക ഉപദേശം കൈക്കൊണ്ട് നാം കേട്ടതുപോലെ ദൈവവചന പ്രകാരം തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത കർത്താവിന്റെ വരവിനെ വിശുദ്ധ ജീവിതത്തോടെ കാത്തിരിക്കുവാൻ ആര് മനസ്സ് കാണിക്കുമോ, ആര് സമർപ്പിക്കപ്പെടുമോ, അവർക്ക് ദൈവരാജ്യം സായുധമാക്കുവാനിടയായി തീരും. അവർ ദൈവരാജ്യത്തിന്റെ അവകാശമായി തീരുവാനിടയായി തീരും. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആ മഹാഭാഗ്യം ലഭിക്കട്ടെ എന്ന ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ ദേശത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദൈവമേ, നന്ദിയിൽ നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ആകാശവും ഭൂമിയും മാറിപ്പോയാലും
മാറ്റമില്ലാത്ത അവിടുത്തെ മധുരവുമായിട്ട് ഈ പ്രദേശത്തും കടന്നു വന്ന ഈ പ്രദേശത്തോട് പ്രദേശവാസികളോട് അങ്ങയുടെ തിരുവചനം അറിയിക്കാനുള്ള കൃപ കർത്താവ് ഒരുക്കി തന്നതുകൊണ്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമേ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട അവിടുത്തെ കൽപ്പന അനുസരിച്ച ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹല്ലേലൂയ ദേശവാസികളെ, ഞങ്ങളുടെ സ്നേഹിതരെ കർത്താവ് ഒരുക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവസരങ്ങളെ മാറ്റിവെക്കാതെ ഇന്നു നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹൃദയത്തെ ദൈവത്തിലേക്ക് ചായിച്ചുകൊണ്ട് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഹൃദയങ്ങളെ ജീവിതങ്ങളെ സമർപ്പിച്ച ദൈവരാജ്യത്തിന് വേണ്ടി അനുദിനം ഒരുക്കപ്പെടുവാൻ തക്കവണ്ണം ഈ പ്രദേശവാസികളാകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ ഈ ശബ്ദം കേട്ട പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും അസമാധാനത്തിന്റെ അനുഭവത്തിലായിരിക്കുന്നു എങ്കിൽ ദിവ്യമാകുന്ന സമാധാനത്താൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാക്കണമേ. ഹല്ലേലൂയ. രോഗികളായി ഭാരപ്പെടുന്നു എങ്കിൽ ഹല്ലേലൂയ അവിടുത്തെ വചനമയച്ച ഹല്ലേലൂയ അവിടുത്തെ അദൃശ്യമായ സാന്നിധ്യം പകർന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവും രോഗശാന്തിയും കർത്താവ് നൽകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവികമാകുന്ന ആശ്വാസം, നിത്യജീവന്റെ അവകാശം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പ്രാപിപ്പാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ കർത്താവ് ഒരുക്കുന്ന അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ ദാസനെ വചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഈ പ്രദേശവാസികളെ അനുഗ്രഹിക്കണമേ. ഈ വാത്സല്യ ഭവനത്തിന്റെ മുറ്റം ഞങ്ങൾക്ക് അതിനായി കർത്താവ് ഒരുക്കി തന്നതുകൊണ്ട് സ്തോത്രം. കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. തലമുറകളെ അനുഗ്രഹിക്കണമേ. ദൈവത്താൽ കുടുംബങ്ങൾ വെച്ച് ജീവിതങ്ങൾ വേർതിരിക്കപ്പെടുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ യാചന കേൾക്കണമേ. ആമേൻ. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശു രാജാതി രാജാവായി വേഗം വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.